മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇത് ഒരു സ്വാഭാവികമായ മനുഷ്യ സഹജമായ വികാരമാണ്. എന്നാൽ ഈ ചിന്ത നമ്മുടെ ജീവിതത്തെ നെഗറ്റീവ്ലി ബാധിക്കാൻ നമ്മൾ അനുവദിക്കരുത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നതെന്ന് നോക്കാം. അതിൽ പ്രധാനമായും സാമൂഹിക സമ്മർദ്ദമാണ്. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാനും മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് വിമർശനത്തെക്കുറിച്ചുള്ള ഭയമാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുകയോ ചെയ്താൽ വിമർശനം നേരിടേണ്ടി വരുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. വേറൊന്ന് ആത്മവിശ്വാസക്കുറവാണ്. ചിലപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറവായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകിയേക്കാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ ദോഷകരമായി ബാധിക്കാം. അതിൽ പ്രധാനപ്പെട്ട ചില ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കേണ്ടി വരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ച് നമ്മൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയെയും സന്തോഷത്തെയും ഇല്ലാതാക്കും. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും സമൂഹം അതിനെ എങ്ങനെ കാണുമെന്നോർത്ത് മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട്. ഓരോ തീരുമാനമെടുക്കുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന ചിന്ത കാരണം ആശയക്കുഴപ്പത്തിലാകാം. ഇത് ഒരു കാര്യത്തിലും വ്യക്തമായ നിലപാടില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കും. അടുത്തത് ആത്മവിശ്വാസം കുറയുന്നു. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി മാത്രം ജീവിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കഴിവിലും തീരുമാനങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും. ഇത് ആത്മവിശ്വാസം ക്രമേണ കുറയ്ക്കും. അടുത്തത് സമ്മർദ്ദവും ഉത്കണ്ഠയുമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയാൽ എന്ത് സംഭവിക്കുമെന്ന ഭയം നിരന്തരമായ ഉത്കണ്ഠയിലേക്ക് നയിച്ചേക്കാം. മറ്റൊന്ന് മറ്റുള്ളവരെ അനുകരിക്കുക. സ്വന്തമായി ഒരു വ്യക്തിത്വം വളർത്തുന്നതിന് പകരം സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കും. ഇത് നിങ്ങളുടെ തനിമ ഇല്ലാതാക്കുകയും ഒരു കൂട്ടത്തിലെ ഒരു അംഗം മാത്രമായി മാറ്റുകയും ചെയ്യും. മറ്റൊന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിയുണ്ടാകുന്നതാണ്. പരാജയപ്പെടുമോ എന്നോ മറ്റുള്ളവർ കളിയാക്കുമോ എന്നോ ഉള്ള ഭയം കാരണം പുതിയ സംരംഭങ്ങളിലോ അവസരങ്ങളിലോ ഏർപ്പെടാൻ മടിക്കും. ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകും. സന്തോഷം നഷ്ടമാകുന്നു. മറ്റുള്ളവരുടെ അംഗീകാരം തേടി പിന്നാലെ പോകുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും. സ്വന്തം ഇഷ്ടങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകാത്തതിനാൽ ജീവിതത്തിൽ സംതൃപ്തി കുറയും. മറ്റൊരു പ്രധാന ദോഷം ബന്ധങ്ങളെ ബാധിക്കുമെന്നതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് കാണിക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ ആത്മാർത്ഥത കുറയും. ഇത് ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും തടസ്സമാകും. ഇപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത എന്താണെന്നും അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലായി കാണും. ഇനി നമുക്ക് ഈ ചിന്തയെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. അതിൽ പ്രധാനം സ്വയം അറിയുക എന്നതാണ്. നിങ്ങളുടെ മൂല്യങ്ങൾ, ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ എന്നിവ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ സന്തോഷത്തിനും മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക. ലോകത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓരോ വ്യക്തിക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. മറ്റൊന്ന് ആത്മവിശ്വാസം വളർത്തുക എന്നതാണ്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയുകയും ചെയ്യണം. സമൂഹത്തിൻ്റെ അഭിപ്രായം ആവശ്യമുള്ളപ്പോൾ മാത്രം പരിഗണിക്കുക. ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സഹായകമായേക്കാം, എന്നാൽ അല്ലാത്തപ്പോൾ അവയെ അവഗണിക്കാൻ പഠിക്കുക. അവസാനമായി നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കുക. അതെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. അത് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത നിങ്ങളെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഈ ചിന്തയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക.